ഡീസ്റ്റ് അവറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ ആദ്യം. സൗദി അറേബ്യയ്ക്കും ഇന്ത്യയ്ക്കുമിടയിൽ പുതിയ ഷിപ്പിംഗ് റൂട്ട് അവതരിപ്പിച്ചു. ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെയും ഇന്ത്യയിലെ മുന്ദ്ര നവശേവ തുറമുഖങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ റൂട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഉഭയകക്ഷി വ്യാപാര കൈമാറ്റം സുഗമമാക്കുന്നതിന് പുതിയ റൂട്ട് സഹായകരമാകും. സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ആഗോള ലോജിസ്റ്റിക് ഹബ്ബായി മാറാൻ തയ്യാറെടുക്കുന്ന സൗദി അറേബ്യയാണ് പുതിയ ഷിപ്പിംഗ് റൂട്ട് പ്രഖ്യാപിച്ചത്. ജിദ്ദ ഇസ്ലാമിക തുറമുഖത്തെയും ഇന്ത്യയിലെ മുന്ദ്ര നവശേവ തുറമുഖങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പുതിയ റൂട്ട്. ചെങ്കടൽ വഴിയുള്ള ഈ റൂട്ടിൽ 1800 TEU വെസലുകളാണ് ചരക്ക് നീക്കത്തിനായി ഉപയോഗിക്കുക. ഈ മാസം മുതൽ സർവീസിന് തുടക്കം കുറിക്കും. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റിന് കീഴിലുള്ള ഫോക്ക് മാരിടൈം ആണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഉപഭോക്തൃ ചരക്കുകളും സൗദിയിൽ നിന്നുള്ള പെട്രോ കെമിക്കൽസ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും നീക്കം സുഗമമാക്കാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതി ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര ബന്ധവും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് ഈ രംഗത്തുള്ളവർ അഭിപ്രായപ്പെട്ടു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. കുവൈറ്റിൽ ഗാർഹിക വിസയിൽ നിന്നും തൊഴിൽ വിസയിലേക്ക് മാറിയത് 55,000 പേർ. ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമായ അൽ റായ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അസ്സബാഹിന്റെ നിർദ്ദേശപ്രകാരം ജൂലൈ 14 മുതൽ ആരംഭിച്ച ആനുകൂല്യം ഇന്നലെയാണ് അവസാനിച്ചത്. ലഭിച്ച അപേക്ഷകളിൽ ഭൂരിപക്ഷവും പ്രോസസ് ചെയ്തതായും ബാക്കിയുള്ള അപേക്ഷകളിൽ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. നിലവിൽ ഗാർഹിക തൊഴിലാളികളിൽ 45% ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ വിസ മാറുവാനുള്ള ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക മേഖലയിൽ നിന്നും 10,000 സ്വകാര്യ മേഖലയിലേക്ക് വിസ മാറ്റിയതോടെ പ്രാദേശിക തൊഴിൽ വിപണിയിൽ അനുഭവപ്പെടുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കുവൈറ്റിൽ 90 പേരുടെ പൗരത്വം പിൻവലിച്ചു. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അസ്സബാഹിന്റെ നേതൃത്വത്തിൽ നടന്ന സുപ്രീം കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. കൃത്രിമ രേഖകൾ തയ്യാറാക്കി പൗരത്വം നേടിയെടുത്തവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ദേശീയ നിയമവുമായി ബന്ധപ്പെട്ട 1959 ആർട്ടിക്കിൾ 11, 15 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുവൈറ്റ് നാഷണാലിറ്റി ലോ അനുസരിച്ച് പൗരത്വത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും പിൻവലിക്കുവാനും സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട്. സൗദിയിൽ സർക്കാർ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് AI-ക്ക് കീഴിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആദ്യഘട്ടത്തിൽ 300-ൽ പരം സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പദ്ധതി. സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സൗദി പ്രൈവറ്റ് നെറ്റ്വർക്ക് ഫോർ ഗവൺമെന്റ് ഇന്റഗ്രേഷൻ എന്ന പേരിലാണ് പദ്ധതി. 300-ലധികം സർക്കാർ സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് രീതി. വിവര കൈമാറ്റത്തിനും സേവന കൈമാറ്റത്തിനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നു. സൗദി ഡാറ്റ ആൻഡ് AI അതോറിറ്റിയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. കണക്ടിവിറ്റി മെക്കാനിസം സ്റ്റാൻഡേർഡ് ചെയ്യുക, സാമ്പത്തിക ചെലവുകൾ കുറക്കുക, ഏജൻസികൾക്കിടയിൽ വേഗത്തിലും സുരക്ഷിതമായും വിവരങ്ങൾ സുഗമമായി പങ്കുവെക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് സിറ്റികൾ, IoT സേവനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ പശ്ചാത്തല സൗകര്യമൊരുക്കൽ എന്നിവ പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതിയുടെ തുടർച്ചയായി ദേശീയ വിവരകേന്ദ്രവുമായുള്ള അന്തർദേശീയവും പ്രാദേശികവുമായ കണക്ഷനുകൾ സ്ഥാപിക്കുന്നതിനും വിപുലമായ ഇന്റഗ്രേഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനും സ്പെയിൻ ശ്രമിക്കും. സർക്കാരിനും സർക്കാരിതര സ്ഥാപനങ്ങൾക്കും പ്രയോജനം ലഭ്യമാക്കാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നുണ്ട്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. ആഴ്ചയിൽ 4 ദിവസങ്ങൾ മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് സൗദിയിലെ ഒരു കമ്പനി പ്രഖ്യാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ കമ്പനിയായ ലൂസിഡിയാണ് ആഴ്ചയിൽ 4 ദിനം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് പ്രഖ്യാപിച്ചത്. സൗദിയിൽ ആദ്യമായാണ് ഒരു കമ്പനി പ്രവൃത്തി ദിനം 4 ദിനമാക്കുന്നത്. റിയാദ് ആസ്ഥാനമാക്കിയുള്ള പ്രമുഖ AI കസ്റ്റമർ എക്സ്പീരിയൻസ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമായ ലൂസിഡിയയാണ് ഈ ഞെട്ടിക്കുന്ന തീരുമാനം പുറത്തുവിട്ടത്. ആഴ്ചയിൽ 4 ദിവസം ജോലിയെടുത്താൽ മതിയാവും. 4 ദിവസം തൊഴിൽ നടപ്പിലാക്കുന്ന സൗദി അറേബ്യയിലെ ആദ്യ കമ്പനിയാവും ഇനി ലൂസിഡിയ. പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിട്ടുണ്ട്. വിവിധ കമ്പനികൾ ഇതേ തീരുമാനത്തിലെത്തുമോ എന്ന ജിജ്ഞാസയിലാണ് തൊഴിലാളികളും. നിലവിൽ 5 ദിവസവും 6 ദിവസവുമാണ് സാധാരണ ആഴ്ചയിൽ പ്രവൃത്തി ദിവസങ്ങൾ. പുതിയ തീരുമാനം ജീവിത സന്തുലിതാവസ്ഥയും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുമെന്ന് വിലയിരുത്തുന്നവരുണ്ട്. രാജ്യത്ത് സംഭവിക്കുന്ന അഭൂതപൂർവമായ വികസനത്തിന്റെ ഭാഗമാണ് പുതിയ തീരുമാനങ്ങളെന്ന് സൗദി ഹ്യൂമൻ റിസോഴ്സ് വിദഗ്ധൻ ഡോക്ടർ ഖലീൽ അൽ തിയാബി അഭിപ്രായപ്പെട്ടു. സൗദിയുടെ സാമ്പത്തിക നിലയും ആഗോള സ്വാധീനവും കണക്കിലെടുത്ത് മറ്റ് മുൻനിര രാജ്യങ്ങളുടെ മാതൃകയിൽ പ്രതിവാരാവധി ശനി ഞായർ ആക്കി മാറ്റുന്നത് പ്രയോജനകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഏറെ പ്രത്യേകതയോടെയാണ് സൗദിയിലെ പുതിയ മാറ്റങ്ങളെ സൗദിയിലെ പ്രവാസികളും നോക്കിക്കാണുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. അന്താരാഷ്ട്ര മാധ്യമരംഗത്ത് വേറിട്ട വഴി തീർത്ത അൽ ജസീറ മീഡിയ നെറ്റ്വർക്കിൽ നിന്നും പുതിയൊരു സംരംഭം കൂടിയെത്തുന്നു. അൽ ജസീറ 360 എന്ന പേരിൽ ഖത്തർ ആസ്ഥാനമായ കമ്പനിയുടെ പ്രഥമ OTT പ്ലാറ്റ്ഫോം ഞായറാഴ്ച പുറത്തിറങ്ങും.
വാർത്തകളും വിശകലനങ്ങളും അടക്കം വിപുലമായ പരിപാടികളടങ്ങിയ ഡിജിറ്റൽ ലൈബ്രറിയും ഡോക്യുമെന്ററികളുമായാണ് അൽജസീറ 360 കാഴ്ചക്കാരിലേക്ക് എത്തുന്നത്. 1996 ചാനൽ ആരംഭിച്ച കാലം മുതലുള്ള വീഡിയോ ശേഖരവും ഉപയോക്താക്കൾക്ക് ലഭ്യമാകും. 1.5 ലക്ഷം മണിക്കൂറിലേറെ വിപുലമായ പ്രോഗ്രാം ലൈബ്രറിയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. അൽജസീറ അറബിക്, അൽജസീറ ഡോക്യുമെന്ററി ചാനൽ, AJ+ അറബിക്, അൽജസീറ O2 പ്ലാറ്റ്ഫോം എന്നിവയിൽ നിന്നുള്ള ശേഖരങ്ങളെല്ലാം OTT ലഭ്യമാവും. അറബിക് ഭാഷയിലാണ് പ്ലാറ്റ്ഫോമിലെ ഉള്ളടക്കങ്ങൾ. 20-ലേറെ പ്രോഗ്രാമുകൾ OTT പ്ലാറ്റ്ഫോമിൽ എക്സ്ക്ലൂസീവായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ അൽജസീറ അറബിക് പ്രോഗ്രാമുകൾ അവസാനിപ്പിച്ചിരുന്നു. ഇവ OTTയിലൂടെ തിരികെ എത്തും. സാമൂഹിക മാധ്യമങ്ങളിൽ വിവിധ വിഷയങ്ങളിലെ ഉള്ളടക്കങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ OTT പ്ലാറ്റ്ഫോമിന് മികച്ച സ്വീകാര്യത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ 1 ദോഹ. ദുബായ് എമിറേറ്റിലെ പരസ്യ ബോർഡുകളുടെ നിയന്ത്രണത്തിനും നടത്തിപ്പിനുമായി പുതിയ കമ്പനി രൂപവൽക്കരിച്ചു. മദ മീഡിയ കമ്പനി എന്ന പേരിലാണ് പുതിയ സ്ഥാപനം. സ്വകാര്യ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിരിക്കും മദ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പുതിയ കമ്പനി രൂപവൽക്കരിക്കാനുള്ള നിയമത്തിന് അംഗീകാരം നൽകി. ദുബൈയിലുടനീളമുള്ള പരസ്യ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും കമ്പനിയെ ചുമതലപ്പെടുത്തി. പരസ്യമേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും ഇനി മദ മീഡിയ കമ്പനിക്കായിരിക്കും. ദുബൈ റോഡ് ഗതാഗത അതോറിറ്റിക്കും ദുബൈ മുനിസിപ്പാലിറ്റിക്കും പരസ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കമ്പനിയെ ഏൽപ്പിക്കാം. പരസ്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അനുമതി നൽകലും ഇനി മദ മീഡിയക്കായിരിക്കും. മദ മീഡിയ ചെയർമാനായി ഉസൈൻ മുഹമ്മദ് അൽ തായറിനെ UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നിയോഗിച്ചു. മീഡിയ 1 ദുബൈ. നബിദിനവും ഓണവും പ്രമാണിച്ച് ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അവധി. സെപ്റ്റംബർ 15, 16 തീയതികളിലാണ് പൊതു അവധി. ഈ ദിവസങ്ങളിൽ കോൺസുലർ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെ എംബസി സേവനങ്ങൾ ലഭ്യമായിരിക്കുന്നതല്ല. അവധി കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരിക്കും പ്രവൃത്തി ദിവസം. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 39 സ്ഥാപനങ്ങൾ കുവൈത്ത് ഫയർഫോഴ്സ് അടച്ചുപൂട്ടി. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിലാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് നടപടികൾ സ്വീകരിച്ചത്. സ്ഥാപനങ്ങൾക്ക് നേരത്തെ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ നിയമങ്ങൾ പാലിക്കാതിരുന്നതിനാലാണ് കടകൾ അടച്ചുപൂട്ടിയതെന്ന് ജനറൽ ഫയർഫോഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് വ്യക്തമാക്കി. രാജ്യത്ത് തീപിടുത്ത കേസുകൾ കൂടിയ സാഹചര്യത്തിൽ കെട്ടിടങ്ങളിലെയും സ്ഥാപനങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങളുടെ പരിശോധന ഫയർഫോഴ്സ് ശക്തമാക്കിയിരുന്നു. കുവൈത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്ത കേസിൽ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഹമ്മദി ഗവർണറേറ്റിൽ മോഷണ ശ്രമത്തിനിടെയാണ് സംഭവം. കവർച്ചാശ്രമം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തടയുവാൻ ശ്രമിക്കുന്നതിനിടെ വെടിയുതിർത്ത് പ്രതി രക്ഷപ്പെടുകയായിരുന്നു. തുറന്നു നടത്തിയ പരിശോധനയിൽ പ്രതിയെ പിടികൂടുന്ന സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റത്. പ്രതിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. നിരവധി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി ജയിൽ ചാടി ഒളിവിൽ കഴിയുകയായിരുന്നു. ജിദ്ദയിൽ റോഡ് മാർഗം സൗദി എയർലൈൻസ് വിമാനം റിയാദിലെത്തിക്കാൻ ചെലവാകുന്നത് 12 ലക്ഷത്തോളം റിയാൽ. റിയാദ് സീസണിനായാണ് വിമാനം റോഡ് മാർഗം എത്തിക്കുന്നത്. അൽ മജ്ദൂയി കമ്പനിയാണ് വിമാനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. റിയാദ് സീസണിന് ഉപയോഗിക്കാനായി കൊണ്ടുപോകുന്ന 3 പഴയ വിമാനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി സൗദിയിലെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നത്. ആഡംബരക്കാർ സമ്മാനമായി പ്രഖ്യാപിച്ചതോടെ നിരവധി പേരാണ് ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. റോഡരികിൽ വിമാനങ്ങളെ നൃത്തം ചെയ്ത് സ്വീകരിച്ച സൗദി പൗരന് ആദ്യ സമ്മാനം ലഭിച്ചു. ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിൽ വൻ സ്വീകാര്യത കണക്കിലെടുത്ത് ഏറ്റവും പുതിയ മോഡലായ 5 ആഡംബര കാർ കൂടി നൽകുമെന്ന് എന്റർടൈൻമെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഘോഷത്തോടെയാണ് ഈ വമ്പൻ വിമാനങ്ങളുടെ നടു റോഡിലൂടെയുള്ള യാത്ര. പ്രധാന റോഡിലൂടെ ഉയരം ഒരു പ്രശ്നമായതിനാൽ മറ്റു റോഡുകളാണ് ആശ്രയിക്കുന്നത്. ഗ്രാമങ്ങളിലൂടെ പോകുന്ന ഈ കൂറ്റൻ വിമാനങ്ങൾക്ക് വലിയ സ്വീകരണങ്ങളാണ് ലഭിക്കുന്നത്. ഈ അത്ഭുത കാഴ്ച കാണാനായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ റോഡിനിരുവശവും കൗതുകത്തോടെ കാത്തുനിൽക്കും. വിവിധ ഗ്രാമപ്രമുഖന്മാർ തൊഴിലാളികളെ ഗഹ്വ നൽകി സ്വീകരിക്കുന്നതും കാണാം. 600ഓളം കിലോമീറ്റർ ഇതിനകം പിന്നിട്ടിട്ടുണ്ട്. 2 ആഴ്ചയോളം യാത്ര വേണം റിയാദിലെത്താൻ. 12 ലക്ഷം റിയാലാണ് ചിലവായി കണക്കാക്കുന്ന തുക. നിർമ്മിത ബുദ്ധി അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വിമാനങ്ങൾ റിയാദിലേക്ക് കൊണ്ടുപോകുന്നത്.
വലിയ വളവുകൾ, വൈദ്യുതി ലൈനുകൾ, റോഡുകളിലെ സൈൻ ബോർഡുകൾ, ക്യാമറകൾ അടക്കമുള്ള തടസ്സങ്ങൾ കൈകാര്യം ചെയ്യൽ എന്നിവ ഏറെ വെല്ലുവിളിയാണ്. പുതിയ റോഡുകൾ വെട്ടിയും വൈദ്യുതി വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചുമാണ് മുന്നോട്ടു പോകുന്നത്. കാലപ്പഴക്കം കാരണം സർവീസിൽ നിന്ന് ഒഴിവാക്കിയ ബോയിംഗ് 777-474 ഇനത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ബോളിവാഡ് റൺവേയിൽ ഉപയോഗിക്കുന്നതിന് കൂറ്റൻ ട്രാക്കുകളിൽ റിയാദിലേക്ക് യാത്ര തിരിച്ചത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കഴിഞ്ഞ 3 മാസം കൊണ്ട് സലാല കണ്ടു മടങ്ങിയത് 10 ലക്ഷം സഞ്ചാരികൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ 8.7% വർധനവ്. ഈ വർഷം ജൂണിൽ സീസൺ ആരംഭിച്ചത് മുതൽ ഓഗസ്റ്റ് 31 വരെ എത്തിയവരുടെ കണക്കാണിത്. യാത്രക്കാരിൽ ഭൂരിഭാഗവും ഓഗസ്റ്റിലാണ് എത്തിയതെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. ഗ്രീൻ ബസ് സർവീസ് അബുദാബിയിൽ തുടക്കം. 2050ഓടെ അബുദാബി പൊതുഗതാഗതം പൂർണ്ണമായും ഹരിത മേഖലയായി മാറ്റുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണിത്. മറീന മാൾ, അൽറീം ദ്വീപിലെ ഷംസ് ബ്യൂട്ടിക് എന്നിവയ്ക്കിടയിലെ റൂട്ട് 65-ലാണ് ഗ്രീൻ ബസ്സുകളുടെ സർവീസ്. ഗ്രീൻ ബസ്സുകളുടെ പ്രവർത്തനം വിലയിരുത്തിയാകും കൂടുതൽ വാഹനങ്ങൾ ഇനി നിരത്തിലിറക്കുക. കൂടുതൽ കേന്ദ്രങ്ങളിലേക്കും വൈകാതെ തന്നെ സർവീസ് വിപുലീകരിക്കും. 2023 നവംബറിൽ ആരംഭിച്ചതാണ് ഗ്രീൻ ബസ് പദ്ധതി. അടുത്ത വർഷത്തോടെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ബസ് ഓപ്പറേറ്റർമാർക്ക് ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും AD മൊബിലിറ്റി കൈമാറും. ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും അവ പരിശോധിക്കുന്നതിനുമുള്ള പരിശീലനം ടെക്നീഷ്യന്മാർക്കും നൽകും. ഹരിത പൊതുഗതാഗത ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഹൈഡ്രജൻ ബസ്സുകളുടെ സർവീസ്. 2030ഓടെ അബുദാബിയിലെ പൊതുഗതാഗതത്തിന്റെ 20% ഹരിതവൽക്കരിക്കുകയാണ് ലക്ഷ്യം. 2050ഓടെ ഇത് 100% പരിസ്ഥിതി സൗഹൃദമാക്കി മാറ്റും. നിലവിൽ യാത്രാനിരക്കിൽ മാറ്റമൊന്നുമില്ല. ബസ് ഡിപ്പോകളിൽ ചാർജിംഗ് സ്റ്റേഷനുകളും ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഹൈഡ്രജൻ ബസ്സുകളിൽ നിന്ന് നീരാവി മാത്രമാകും പുറന്തള്ളുക. ഇലക്ട്രിക് ബസ്സുകളുടെ ഉപയോഗത്തിലൂടെ പ്രതിദിനം 3.7 ടൺ കാർബൺ പുറന്തള്ളൽ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. മീഡിയ 1, അബുദാബി. ഈ ഇൻവോയ്സിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട സൗജന്യ സെമിനാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങി സൗദിയിലെ ഫിൻപാൽ. റിയാദിലെ ബത്തയിലാണ് എല്ലാ കച്ചവടക്കാർക്കുമായി പരിപാടി സംഘടിപ്പിക്കുന്നത്. ടാക്സ് നിയമങ്ങൾ, ഫത്തൂറ സിസ്റ്റം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയ നിവാരണത്തിനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഈ മാസം 25-നാണ് പരിപാടി. സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ സൗദി അറേബ്യയുടെ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ഈ ഇൻവോയ്സിംഗ് അഥവാ ഈ ഫത്തൂറ സിസ്റ്റം നടപ്പിലാവുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായാണ്. അടുത്ത വർഷം മാർച്ച് മാസത്തോടെ മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങളിലും പുതിയ രീതി നടപ്പിലാകും. ദിനേന 10,000 റിയാലിന് മുകളിൽ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കായിരിക്കും ഈ ഇൻവോയ്സിംഗ് നിർബന്ധമാക്കുക. സാമ്പത്തിക സാങ്കേതിക മേഖലയിൽ സൗദി അറേബ്യയിലെ വലിയൊരു മുന്നേറ്റമാണ് ഈ ഇൻവോയ്സിംഗ് അഥവാ ഈ ഫാത്തുറ സിസ്റ്റം. ഇത് പല ഘട്ടങ്ങളിലായാണ് സൗദി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിവാരണം ചെയ്യുവാനും ഇതിന്റെ ഘടനയെപ്പറ്റി ബോധവൽക്കരിക്കാനും വേണ്ടിയാണ് ഫിൻപാൽ വരുന്ന സെപ്റ്റംബർ 25 ബുധനാഴ്ച റിയാദ് ബത്തയിലെ ഡി പാലസ് ഹോട്ടലിൽ വെച്ച് നടത്തുന്ന സെമിനാറിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഫത്തൂറ സിസ്റ്റം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണിപ്പോൾ ഫിൻപാൽ സൗജന്യ സെമിനാർ സംഘടിപ്പിക്കാനൊരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സെപ്റ്റംബർ 25 ബുധനാഴ്ച റിയാദ് ബത്തയിലെ ഡി പാലസ് ഹോട്ടലിൽ വെച്ചായിരിക്കും സെമിനാർ സംഘടിപ്പിക്കുക. സാമ്പത്തിക സാങ്കേതിക മേഖലയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലായിരിക്കും സെമിനാർ. വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾ തുറന്നുകാട്ടി ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും ഖത്തർ മ്യൂസിയവും ഡോക്യുമെന്ററി പ്രദർശനം സംഘടിപ്പിച്ചു. ദ എവിഡൻസ് എന്ന പേരിലായിരുന്നു പ്രദർശനം. തുർക്കി വാർത്താ ഏജൻസിയായ അനാദോലുവാണ് ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധക്കുറ്റങ്ങൾ വിവരിക്കുന്ന ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഗസയിൽ നടന്ന നരനായാട്ടിന്റെ ഭീകരമായ കാഴ്ചകളിലേക്ക് ദ എവിഡൻസ് ക്യാമറ തുറക്കുന്നു. അനാദോലു വാർത്താ സംഘം ഗസയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളും ഫലസ്തീനുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും അനുഭവങ്ങളുമെല്ലാം ഡോക്യുമെന്ററിയിലുണ്ട്. ഖത്തർ മ്യൂസിയത്തിൽ നടന്ന പ്രദർശനത്തിന് ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവ ബിൻ റാഷിദ് അൽ ഖദറിയും സാക്ഷിയായിരുന്നു. ഗസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ തെളിവ് സഹിതം സാക്ഷ്യപ്പെടുത്തുന്നതാണ് എവിഡൻസ്. കഴിഞ്ഞ ഏപ്രിൽ 26 ബ്രിട്ടീഷ് പാർലമെന്റിലായിരുന്നു ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനം. മീഡിയ 1, ദോഹ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അനുശോചനവുമായി കുവൈത്തിലെ സംഘടനകൾ. യെച്ചൂരിയുടെ വേർപാട് മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ ആഘാതമാണെന്ന് IMCC GCC കമ്മിറ്റി രക്ഷാധികാരി സത്താർ കുന്നിൽ പറഞ്ഞു.
നഷ്ടമായത് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിലെ നിർണായക വ്യക്തിത്വങ്ങളിൽ ഒരാളെയാണെന്ന് പ്രവാസി വെൽഫെയർ കുവൈത്ത് പറഞ്ഞു. എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാരോടെല്ലാം സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു യെച്ചൂരിയെന്ന് OICC കുവൈത്ത് പറഞ്ഞു. യെച്ചൂരിയുടെ ആകസ്മിക വിയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണെന്ന് പ്രവാസി വെൽഫെയറും പ്രസ്താവനയിൽ പറഞ്ഞു. ഞായറാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന അക്കാഫ് ഓണക്കാഴ്ചയിൽ പങ്കെടുക്കാനായി നാട്ടിൽ നിന്ന് 26 അമ്മമാർ ദുബായിൽ. കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളുടെ തെരഞ്ഞെടുത്ത അമ്മമാരാണിവർ. ഓണാഘോഷത്തിന് പുറമെ UAE കാഴ്ചകൾ കൂടി കണ്ടാകും ഇവരുടെ മടക്കം. പ്രവാസ ലോകത്തു നിന്നുള്ള നൂറുകണക്കിന് അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 26 അമ്മമാർ തങ്ങളുടെ മക്കൾ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസ മണ്ണിൽ ആദ്യമായി കാലുകുത്താൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് എല്ലാവരും. എൻ്റെ മക്കൾ ഇത്രയും വർഷം 10-18 വർഷം ഇവിടെ കഷ്ടപ്പെട്ട സ്ഥലമാണോ എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലേക്ക് സന്തോഷവും സങ്കടവും രണ്ടും ഉണ്ട്. എല്ലാ അമ്മമാരെയും കൊണ്ടുവന്നത് വലിയ സന്തോഷം. അമ്മമാരെന്തെല്ലാം ആഗ്രഹിക്കുന്നതാണ്. വർഷങ്ങളെന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹം ദുബായ് കാണണമെന്ന്. എന്തായാലും കണ്ട് നല്ല സന്തോഷവും കണ്ടിട്ട് കൊതി തീരുന്നില്ല. ഇനി കാണണം. ദുബൈയുടെ മായക്കാഴ്ചകൾ കണ്ടും മക്കളുമായി സൗഹൃദം പങ്കിട്ടും അടുത്ത ഒരാഴ്ചക്കാലം അമ്മമാർ ദുബൈയിൽ തങ്ങും. അമ്മമാർക്ക് മാത്രമല്ല മക്കൾക്കും ഇത് അവിസ്മരണീയമായ ഒരു ഓണാഘോഷമാണ്. മോനെ കണ്ടപ്പോൾ ഞാൻ ആകെ എന്താ ഇപ്പം പറയണതെന്ന് എനിക്കറിയില്ല. മോനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഓനെ അങ്ങനെ ഒരു വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അത് കാരണം ഓന് വരും ഞാൻ കരുതിയിട്ടില്ല. എന്നോട് പറഞ്ഞത് പിന്നെ മോൻ്റെ കോളുണ്ട് ഞാൻ തരാം, പിന്നെ ഫോണ് തരാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് അങ്ങോട്ട് വാഷ് ചെയ്യാൻ കൊണ്ടുപോയത്. പക്ഷേ ഓന് കണ്ടപ്പോൾ ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞായറാഴ്ച ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മാതൃവന്ദനം പരിപാടി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ അമ്മമാർ. പുതിയ കൂട്ടുകാരികളെല്ലാം കിട്ടി, അവരുമായിട്ടുള്ള പുതിയൊരു ബന്ധം പുലർത്തി. പിന്നെ പല തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ അമ്മമാരെയും കണ്ടു. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഇപ്പം റൂമിൽ വന്ന് ഒരു 4 മണിയാകുമ്പം പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാരെ അപ്രതീക്ഷിതമായി പ്രവാസ ലോകത്ത് കണ്ടുമുട്ടാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് മക്കളും. കാരണം പ്രത്യേകിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയേ. ഞാൻ 7 വർഷമായി ഇതുവരെ ഞാൻ കാണാത്ത, ഇതുവരെ ഞാൻ ദുബായ് ഫ്രെയിം വരെ കണ്ടിട്ടില്ല. അതൊക്കെ എൻ്റെ ഉമ്മ പോയി കണ്ട് ലിമോസിൻ വണ്ടിയിൽ കയറി ഒരു 7 വർഷം കൊണ്ട് ഞാൻ കാണാത്ത ബുർജ് ഖലീഫ കാണാൻ പോകും. 7 ദിവസം കൊണ്ട് അവർ കണ്ടു തീർക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമാണ്. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു സ്വപ്നം അതാണിപ്പോൾ അക്കാഫ് പൊന്നോണക്കാഴ്ചയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ദുബായിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ ഇഷ്ടപ്പെട്ട് കാണാൻ നമ്മളെ മക്കളെ പോലെ നല്ല സ്നേഹവും അൻപും കൃപയുള്ള മക്കൾ അത് നോക്കാനും അണയ്ക്കാനും നമ്മളെ സമയാസമയം വിളിച്ച് ആഹാരം കൊണ്ട് തരാനും നമ്മൾ പ്രായം ചെന്നോന്നും പറഞ്ഞാൽ ഈ പക്വത കാണിച്ച് നമുക്ക് കിടത്തകളെല്ലാം ശരിയാക്കി തന്ന് ഈ പൊരിയുന്ന വെയിൽ കൊണ്ടിട്ട് എൻ്റെ മോൻ കഷ്ടപ്പെട്ടിട്ട് നമ്മളെ ചോറ് തന്ന് പോറ്റുന്നതെന്നറിഞ്ഞ സങ്കടം നല്ലോണം ഉണ്ട്. ബുദ്ധിമുട്ട് അത്ര യാതനകൾ സഹിച്ചാണ് നമ്മളെ മക്കൾ ഈ വെയിൽ കൊള്ളുന്ന നമ്മൾ ആ വെയിൽ നമ്മളിന്ന് സഹിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായത്. അതിലൊരുപാട് സങ്കടമുണ്ട്. അതിലേറെ ഇവിടെ എത്തിപ്പെട്ടതിൽ ഒരുപാട് സന്തോഷവും. കേരളത്തിലെ കോളേജ് അലൂമിനികളുടെ UAE കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷന്റെ 26ാം വാർഷികാഘോഷം കൂടിയാണിത്. ഓണക്കാഴ്ചയുടെ ഭാഗമായി നാട്ടിൽ നിന്ന് 26 അമ്മമാരെ ദുബൈയിൽ എത്തിക്കാനായതിന്റെ സംതൃപ്തിയിലാണ് അക്കാഫ് അസോസിയേഷൻ സംഘാടകരും. മീഡിയ 1 ദുബൈ. നബിദിനത്തോടനുബന്ധിച്ച് ഫുജൈറയിൽ 3ാമത് ബദർ ഫെസ്റ്റിവൽ നടന്നു. ഫുജൈറ ക്രിയേറ്റീവ് സെന്ററിലായിരുന്നു ചടങ്ങ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. ആധുനിക ലോകത്ത് പ്രവാചകാധ്യാപനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണെന്ന് ഫുജൈറ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി അഭിപ്രായപ്പെട്ടു. 3ാമത് അൽബദർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനുഷിക നിലപാടുകൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകതയും ഫെസ്റ്റിവലിൽ സംസാരിച്ച പ്രമുഖർ ചൂണ്ടിക്കാട്ടി. എല്ലാ വിഭാഗീയതകൾക്കുമപ്പുറം സഹിഷ്ണുതയുടെ സന്ദേശം ജനങ്ങളിലേക്ക് പടരാൻ നബിദിനം പ്രേരണയാകണമെന്നും പ്രസംഗകർ ഓർമ്മിപ്പിച്ചു. ഫെസ്റ്റിവൽ ഭാഗമായി കലാപ്രദർശനവും അരങ്ങേറി. നിരവധി ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ ഫെസ്റ്റിവൽ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ വരച്ച ചിത്രങ്ങൾക്കായി മത്സരവും ഏർപ്പെടുത്തി. ജേതാക്കൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മീഡിയ 1 ഷാർജ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ സേവനം നടത്തിയ ഖത്തറിലെ യൂത്ത് ഫോറം പ്രവർത്തകരെ ആദരിച്ചു. അവധിക്ക് നാട്ടിലെത്തിയ സമയത്താണ് ഇവർ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയത്. ഖത്തറിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു യൂത്ത് ഫോറം പ്രവർത്തകരായ നസീഫും റഷാദും. എന്നാൽ നാടിനെ നടുക്കിയ ദുരന്തകാലത്ത് അവധിക്കാലം
മലപ്പുറത്തുകാരായ ഇരുവരും വയനാട്ടിലേക്ക് മാറ്റി. നാട്ടിലെ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് സേവനമനുഷ്ഠിച്ചു. അവധി കഴിഞ്ഞ് ഖത്തറിൽ തിരിച്ചെത്തിയ ഇരുവർക്കും സ്നേഹാദരം എന്ന പേരിൽ യൂത്ത് ഫോറം ആദരമൊരുക്കി. പ്രസിഡന്റ് ബിൻഷാദ് പുനത്തിൽ അധ്യക്ഷത വഹിച്ചു. നസീഫും റഷാദും ദുരന്തഭൂമിയിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. യൂത്ത് ഫോറം ജനറൽ സെക്രട്ടറി ഹബീബ് റഹ്മാൻ, അഫ്സൽ, ആരിഫ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. മീഡിയ 1 ദോഹ. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഖത്തറിലെ മലപ്പുറം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഡോം ഖത്തർ സ്വരൂപിച്ച തുക കൈമാറി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടി രൂപ സംഭാവന നൽകിയ ഡോം മുഖ്യരക്ഷാധികാരിയും സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടറുമായ അബൂബക്കർ മടപ്പാട്ടിനെ ഡോം സെക്രട്ടേറിയറ്റ് അഭിനന്ദിച്ചു. മൂസ താനൂർ, ഉസ്മാൻ കല്ലൻ, സിദ്ദീഖ് ചെറുവല്ലൂർ എന്നിവർ സംസാരിച്ചു. രാജ്യത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷാവകാശ ധ്വംസനത്തിന്റെ ഭാഗമാണ് നിലവിലെ വഖഫ് നിയമ ഭേദഗതി എന്ന് യൂണിറ്റി ഖത്തർ സംഘടിപ്പിച്ച വിവിധ സംഘടനാ നേതാക്കളുടെ സംഗമം അഭിപ്രായപ്പെട്ടു. പാർലമെന്ററി കമ്മിറ്റിക്ക് മുൻപിലുള്ള പുതിയ നിർദ്ദേശങ്ങളടങ്ങുന്ന ബില്ല് ഉടൻ പിൻവലിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. വഖഫ് സ്വത്തിന്റെ വിഷയത്തിൽ ഓരോ പ്രദേശവാസികളും ജാഗ്രത പുലർത്തണമെന്നും പാർലമെന്ററി സംയുക്ത കമ്മിറ്റിക്ക് മുമ്പാകെ വ്യക്തികളും സംഘടനകളും സാധ്യമാകുന്ന സംവിധാനങ്ങളിലൂടെ പ്രതികരിക്കണമെന്നും യോഗം ആഹ്വാനം ചെയ്തു. ചീഫ് കോർഡിനേറ്റർ ഖലീൽ പരീദ് സ്വാഗതവും കോർഡിനേറ്റർ മഷൂദ് VC നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് ഇസുദ്ദീൻ വിഷയം അവതരിപ്പിച്ചു. 10ാമത് അറബ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുവൈത്ത് ടീം ഇന്ന് നടന്ന ഷോട്ട്പുട്ട് മത്സരത്തിൽ വ്യക്തിഗത റെക്കോർഡോടെ കുവൈത്ത് താരം അബ്ദുറഹ്മാൻ അൽ ഖഹ്താനി സ്വർണം നേടി. കുവൈത്ത് താരം മുബാറക് അൽ ഷമ്മേരിക്കാണ് വെള്ളി. സൗദി അറേബ്യയിലെ ത്വായിഫിൽ നടക്കുന്ന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കുവൈത്ത്, സൗദി അറേബ്യ, ജോർദാൻ, UAE, ഈജിപ്ത് തുടങ്ങി 18 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 20 ഇനങ്ങളിലായി 241 അത്ലറ്റുകൾ മത്സരിക്കും. സെപ്റ്റംബർ 15 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുന്നതിനായി ജൂനിയർ ടീം നേരത്തെ തുർക്കിയിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ജോർദാനിലെ അമ്മാനിൽ നടന്ന ജൂനിയർ ഹാൻഡ്ബോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് സെമി ഫൈനലിൽ കുവൈത്തിന് തോൽവി. വാശിയേറിയ പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയയോടാണ് കുവൈത്ത് തോറ്റത്. നേരത്തെ ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച കുവൈത്ത് 2025 സ്ലൊവേനിയയിൽ നടക്കുന്ന ജൂനിയർ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിരുന്നു. ചാമ്പ്യൻഷിപ്പിലുടനീളം ഉയർന്ന നിലവാരം പുലർത്തിയ ടീമിനെ കുവൈത്ത് ഹാൻഡ്ബോൾ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഷബീബ് അൽ ഫജിരി അഭിനന്ദിച്ചു. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ച സൗദിയിലെ റീറ്റെയിൽ വിതരണ ശൃംഖലയായി സിറ്റി ഫ്ലവർ അൽകോവാറിൽ ബൈ മോർ സേവ് മോറിന്റെ ഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 2 വിഭാഗങ്ങളായിട്ടായിരുന്നു മത്സരങ്ങൾ. 2 വിഭാഗങ്ങളിൽ നിന്നും 3 കുട്ടികളെ വീതം വിജയികളായി പ്രഖ്യാപിച്ചു. ചടങ്ങിന്റെ ഭാഗമായി വിജയികൾക്കുള്ള ആദരങ്ങളും കൈമാറി. സ്റ്റോർ മാനേജർ ഹൈദർ, സിറ്റി ഫ്ലവർ ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ നൌഷാദ്, റുക്സാന, സമീർ, അസ്മ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില നോക്കാം. മസ്കത്ത് കുറഞ്ഞ താപനില 28 ഡിഗ്രി, കൂടിയ താപനില 33 ഡിഗ്രി. സലാല 26, 30. ദോഹ കുറഞ്ഞ താപനില 27 ഡിഗ്രി, കൂടിയ താപനില 44 ഡിഗ്രി. മനാമ 29, 41. കുവൈറ്റ് സിറ്റി 34, 44. ദുബായ് 28 ഡിഗ്രി, 39 ഡിഗ്രി. അബുദാബി 29, 38. ഇനി കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 35 പൈസ, UAE ദിർഹം 22 രൂപ 84 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 4 പൈസ, ഒമാൻ റിയാൽ 217 രൂപ 92 പൈസ, കുവൈറ്റ് ദിനാർ 224 രൂപ 81 പൈസ, ബഹ്റൈൻ ദിനാർ 222 രൂപ 56 പൈസ.